UK-യിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള യങ് ഇന്ത്യൻ പ്രൊഫഷണൽസിന് ഒരു സന്തോഷ വാർത്ത. 3000 വിസയാണ് UK ഗവൺമെന്റ് യങ് പ്രൊഫഷണൽ സ്കീം പ്രകാരം അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഈ സ്കീം എന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 18-നും 30-നും വയസ്സിനിടയിലുള്ള ഇന്ത്യൻസിന് വേണ്ടി UK ഇന്ത്യ യൂത്ത് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായി 2 വർഷത്തേക്ക് UK-യിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള വിസ നൽകുകയാണ്. ഈ സ്കീം പ്രകാരം 2025-ൽ 3000 വിസയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിസ ലഭിക്കുന്നത് ഒരു ബാലറ്റ് രീതിയിലായിരിക്കും, അതായത് റാൻഡം ആയിരിക്കും. ഈ വിസ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18-നും 30-നും ഇടയിൽ വയസ്സുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒരു ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടിൽ 2530 പൗണ്ട് അത്രയും ഒരു മാസത്തേക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 18 വയസ്സിൽ താഴെയുള്ള ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുട്ടികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഈ വിസ നേരത്തെ കിട്ടിയ ഒരാളാവാനും പാടില്ല. നമുക്ക് ഈ വിസ കിട്ടാൻ എങ്ങനെ ബാലറ്റിൽ പങ്കെടുക്കാമെന്ന് നോക്കാം. ബാലറ്റ് വിൻഡോ ആയ ജൂലൈ 22-ാം തീയതി മുതൽ 24-ാം തീയതിക്കുള്ളിൽ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്. ഈ വിസയ്ക്കുള്ള സെലക്ഷൻ നടക്കുന്നത് റാൻഡം ആയിട്ടാണ്. സെലക്ട് ആയി കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇമെയിൽ കിട്ടും. ഇമെയിൽ വന്നതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട്. 319 പൗണ്ടാണ് അപ്ലിക്കേഷൻ ഫീസായും അതേപോലെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ആയും നമ്മൾ പേ ചെയ്യേണ്ടത്. ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് UK-യിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതേപോലെ സ്റ്റഡീസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. സ്റ്റഡീസിന്റെ കൂടെ നമുക്ക് പാർട്ട് ടൈം ജോലിയും ചെയ്യാം. അതേപോലെ തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെച്ചാലും UK-യിലോട്ട് എൻട്രിയും എക്സിറ്റും ചെയ്യാവുന്നതാണ്. ഈ വിസയ്ക്ക് കുറച്ച് പരിമിതികൾ കൂടെ ഉണ്ട് കേട്ടോ. ഈ വിസ 2 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ നിയമപ്രകാരം. വിസ കിട്ടിയ ആൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് UK-യിലുള്ള പബ്ലിക് ഫണ്ടുകൾ ഒന്നും തന്നെ ഈ വിസയിൽ പോകുന്ന ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ വിസയുടെ ഡീറ്റെയിൽസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസസ് റാൻഡമാണ്. പിന്നെ ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 24-ാം തീയതിയാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ഈ വിസയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അത് കയറി നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ.